Hello everyone, welcome to Franklin's Lectures. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. നമ്മുടെ S1-ലുള്ള എന്താണ് GCEST 103 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്താണ്, എന്തിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്? സോ പലരും ക്യൂരിയസ് ആയിരിക്കും, എന്തിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക, ഫോർ എക്സാമ്പിൾ ഒരു ബോഡി എടുക്കുക. ആ ബോഡിയിൽ എന്താണ് ഫോഴ്സസ്, വിവിധതരം ഫോഴ്സസ് അല്ലെങ്കിൽ ടോർക്സ് ആക്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ ആ ബോഡിയിൽ എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, ആ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ആ ബോഡി എങ്ങോട്ടാണ് തിരിയുക, അല്ലെങ്കിൽ ആ ബോഡി സ്ഥിരമായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ബേസിക്കലി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പഠിക്കുന്നത്. സോ അതിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് കണ്ടീഷൻസ് ഒക്കെ പഠിക്കും. നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ അത് നമ്മൾ ആ ബോഡിയുടെ സ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഡൈനമിക് കണ്ടീഷൻ നമ്മൾ അത് കഴിഞ്ഞ് നോക്കും. ഒരു ബോഡി റെസ്റ്റിലാകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള എഫക്ട്സ് ആണ് ആ ബോഡിയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ബോഡി ഒരു ഡൈനമിക് കണ്ടീഷൻ, ഒരു ബോഡി മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോഡിയിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൂടെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, ഒരു ബോഡിയിൽ ഫോഴ്സസ് അല്ലെങ്കിൽ ടോർക്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിന്റെ സിലബസ്, നമ്മുടെ സെമസ്റ്റർ എക്സാമിനേഷൻസ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി എത്രയാണ്, 100 മാർക്സ് ആണ് ഉള്ളത്. 100 മാർക്സ് ആണ് ഉള്ളത്. അതിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ നമുക്ക് എന്താണ് 40 മാർക്സ് ആണ് ഉള്ളത്. അസൈൻമെന്റ് അതുപോലെ തന്നെ ഇന്റേണൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക്. അതിൽ നമുക്കൊരു 40 മാർക്സ് ആണ് ഉള്ളത്. പിന്നെ സെമസ്റ്റർ എക്സാമിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, അതിന് നമുക്കറിയാം നമുക്ക് 60 മാർക്സ് ആണ് അതിനുള്ളത്. നമുക്ക് അത് വരുന്ന ടൈമിംഗ് എന്താണ്, 2.5 hours ആണ് നമുക്ക് അതിന്റെ ടൈമിംഗ് ലഭിക്കുന്നത്, ആ എക്സാമിന്റെ ഡ്യൂറേഷൻ. സോ അടുത്ത നമുക്ക് എന്താണ് ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സെമസ്റ്റർ 1 കാലെടുത്ത് വെക്കുകയാണ്. സോ അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി സെമസ്റ്ററിലേക്ക് കടക്കുക. ഓക്കെ, സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ അതിലെന്താണ്, നമുക്ക് അറ്റൻഡൻസിന് 5 മാർക്കുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായി നിങ്ങൾ കോളേജിലേക്ക് പോവുക, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ അറ്റൻഡും ചെയ്യുക. ഓക്കെ, സോ എന്താണ് അറ്റൻഡൻസിന് നമുക്ക് 5 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് ആൻഡ് പ്രോജക്റ്റിന് നമുക്ക് എന്താണ് 15 മാർക്സും ഉണ്ട്. അസൈൻമെന്റ് ആൻഡ് പ്രോജക്റ്റിന് നമുക്ക് എന്തുണ്ട് 15 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇന്റേണൽ എക്സാമിനേഷൻ 1, ഇന്റേണൽ എക്സാമിനേഷൻ 2. സോ അതിനെന്താണ് 10 and 10 മാർക്സ്, ടോട്ടൽ നമുക്ക് 20 മാർക്സ് അതിനുണ്ട്. സോ നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത്, നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ ടോട്ടൽ മാർക്സ് നമുക്ക് വരുന്നത് എത്രയാണ്, 40 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. ആ 40 ആണ് നമുക്ക് ടോട്ടൽ മാർക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെമസ്റ്റർ എക്സാമിനേഷൻ. സോ നിങ്ങൾ ഒരു സെമസ്റ്റർ മൊത്തം പഠിക്കുന്നു. ആ പഠിക്കുന്നത് നിങ്ങൾ എന്താണ് സെമസ്റ്റർ എക്സാമിനേഷനിലൂടെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് പാർട്ട് എ, പാർട്ട് ബി ഉണ്ടാവും. KTUവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ പാർട്ട് എ, പാർട്ട് ബിയും ഉണ്ടാവും. പാർട്ട് എ എന്ന് പറയുമ്പോൾ നമുക്ക് 3 മാർക്സ് ആണ് ചോദിക്കുക. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്വഭാവം അനുസരിച്ച് അത് തിയറി ആവാം, പ്രോബ്ലമും ആവാം. 2 രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഇൻ പാർട്ട് എ ഓൾ ക്വസ്റ്റ്യൻ നീഡ് ടു ബി ആൻസേർഡ്. സോ നമുക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്. ആ 4 മൊഡ്യൂളിൽ നിന്ന് എന്താണ് 4 മൊഡ്യൂളിൽ നിന്ന് അതായത് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമ്മളോട് ചോദിക്കാം. അപ്പൊ 4 മൊഡ്യൂളിൽ നമുക്ക് മൊത്തം എത്രയാണ് 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിൽ വരിക. ആ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, 3 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് ബിയിൽ എന്താണ് ഈച്ച് സ്റ്റുഡന്റ് ക്യാൻ ചൂസ് 1 ഫുൾ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻസ്. സോ പാർട്ട് ബിയിൽ നേരെ മറിച്ച് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, പാർട്ട് 1-ൽ നിന്നൊരു ക്വസ്റ്റ്യൻ, പാർട്ട് 2-ൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി എക്സാമിന്. ഓക്കെ, സോ പാർട്ട് എ നമ്മൾ നോക്കുവാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതുപോലെ തന്നെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്. ആ 8 ക്വസ്റ്റ്യൻസ് എത്രയാണ്, 3 മാർക്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ 8 into 3 നമുക്ക് എന്താണ് പാർട്ട് എയിൽ നമുക്ക് മൊത്തം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എത്രയാണ്, 24 മാർക്കാണ്. ഓക്കെ, നേരെ മറിച്ച് പാർട്ട് 2-ൽ എന്താണ് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് എത്രയാണ് നമുക്ക് ഉണ്ടാവേണ്ട മാർക്ക് എത്രയാണ്, 9 മാർക്സ് ആണ് നമുക്ക് വരിക. സോ 9 മാർക്സ് ആയിട്ട് ഒരു ഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് സബ് ഡിവിഷൻ ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. 4, 5 എന്നുള്ള രീതിയിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ, മാക്സിമം 3 സബ് ഡിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. സോ പാർട്ട് ബിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
പാർട്ട് ബിയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരും. ആ 2 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. സോ 4x9 4 മൊഡ്യൂൾസ് ഉണ്ട്. സോ ഇൻറ്റു 9 നമ്മൾ നോക്കുവാണെങ്കിൽ 36 മാർക്സ് ആണ് നമുക്ക് പാർട്ട് ബിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് ആയിട്ടുള്ളത്. സോ 36 + 24 നമുക്ക് എത്രയാണ്? 60 മാർക്സ് ആണ് നമുക്ക് മൊത്തം എൻ സെമസ്റ്റർ എക്സാമിനേഷന് നമുക്ക് അവാർഡ് ചെയ്യപ്പെടുന്ന മാർക്ക്. ഓക്കെ, സോ 60 മാർക്സ് ആണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, 60 മാർക്സ് അല്ല, 60 മാർക്സ് ഇസ് ദ ഫുൾ മാർക്സ്. സോ 2.5 മണിക്കൂറാണ് നമുക്ക് ഈ എക്സാം എഴുതാനായിട്ട് ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ എൻ സെമസ്റ്റർ എക്സാമിന്റെ ഒരു പാറ്റേൺ. ഓക്കെ, സോ അടുത്ത് നമുക്ക് എന്താണ് നമ്മുടെ സിലബസിലേക്ക് നോക്കാം. സോ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ 4 മൊഡ്യൂളും എന്തൊക്കെയാണ് നമുക്ക് സിലബസ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി നിങ്ങൾ ഈ ബേസിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും പറയും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒരു വളരെ പാടുള്ള സബ്ജക്റ്റ് ആണെന്ന്. വളരെ വളരെ തെറ്റായ ഒരു ധാരണയാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെറിയ ബേസിക്സ് ഒക്കെ ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്സാകാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എസ്പെഷ്യലി നിങ്ങൾ മെക്കാനിക്കൽ ആൻഡ് സിവിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സബ്ജക്റ്റ്. കാരണം ഇതിന്റെ ബേസ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫർദർ ആയിട്ട് വരുന്ന മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ്. സോ ഇൻട്രൊഡക്ഷൻ ടു ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ്, എന്തൊക്കെയാണ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ് എന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് റിജിഡ് ബോഡി, സ്കാലാസ് ആൻഡ് വെക്ടേഴ്സ് നമ്മൾ പഠിക്കും. സ്കാലാസ് ആൻഡ് വെക്ടേഴ്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. സോ എന്താണ് വെക്ടർ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഫോഴ്സസ് ഇൻ സ്പേസ് നമ്മൾ നോക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീംസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീംസ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഫോഴ്സ് സിസ്റ്റംസ്, റെക്ടാങ്കുലർ കോമ്പണൻസ് ഇൻ 2D ആൻഡ് 3D, അതുപോലെ തന്നെ മൊമെന്റ് ആൻഡ് കപ്പിൾ, അതുപോലെ റിസൾട്ടൻസ് എന്തൊക്കെയാണ് റിസൾട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്ത നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം സിസ്റ്റം ഐസൊലേഷൻ ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം എഗെയിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് ബീംസിൽ നമ്മൾ സ്ഥിരം ചോദ്യം ചോദിക്കാറുള്ളതാണ്. റിസൾട്ടൻസിൽ നമുക്ക് സ്ഥിരം ചോദ്യം ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ സിസ്റ്റം ഐസൊലേഷൻ ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം, നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്നൊക്കെ പറയും. സോ അതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇൻ 2D 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ എന്ന് നമുക്ക് പറയുകയും ചെയ്യും. സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ 1 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ വെക്ടർ ഓപ്പറേഷൻസും വളരെ വളരെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പഠിക്കും, വളരെ എളുപ്പമാണ്. ഓക്കെ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, സോ ഇതാണ് മൊഡ്യൂൾ 1 സിലബസ്. നമുക്ക് അടുത്ത മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ നോക്കുന്നത് ഫ്രിക്ഷൻ ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ മൂവ്മെന്റിനെ എത്രത്തോളം ഒരു ഫോഴ്സ് കൊണ്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ലോസ് ഓഫ് ഫ്രിക്ഷൻ നോക്കും. വളരെ വളരെ കൊളംസ് ലോ ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അനാലിസിസ് ഓഫ് ബ്ലോക്ക് ആൻഡ് ലാഡർ, ലാഡർ ഏരിയയിൽ നിന്ന് നമുക്ക് ബ്ലോക്ക് ആൻഡ് ലാഡർ ഏരിയയിൽ നിന്ന് നമുക്ക് വളരെയധികം യൂണിവേഴ്സിറ്റിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പാർട്ടും കൂടിയാണ്. അത് സെൻട്രോയിഡ് ഓഫ് കോമ്പസിറ്റ്സ് ഏരിയാസ്, നമുക്ക് ഒരു ഏരിയ തന്നിട്ട് അതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം നമുക്ക് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ അനാലിസിസ് ഓഫ് ബ്ലോക്സ് ആൻഡ് ലാഡേഴ്സ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അനാലിസിസ് ഓഫ് ബ്ലോക്ക് ആൻഡ് ലാഡർ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറംസ്. പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത് നമുക്ക് പിന്നെ പഠിക്കേണ്ടതായിട്ടുള്ള മൊഡ്യൂൾ 2 വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, സോ പൊളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് പഠിക്കണം, റേഡിയസ് ഓഫ് ഗൈറേഷൻ, മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതുപോലെ റിംഗ് ആൻഡ് ഡിസ്ക് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ബേസിക്കലി ഫ്രിക്ഷൻ ആണ്. സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 2 സിലബസ് ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, യെസ്. മൊഡ്യൂൾ 3 എന്താണ്? സോ നമ്മൾ ഡൈനമിക്സ്, നമ്മൾ ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഒക്കെ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു മൊഡ്യൂളും കൂടിയാണ്. സോ ഡൈനമിക്സ് എന്താണ്? നമ്മൾ ആദ്യം നോക്കുന്നത് റെക്ടിലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. റെക്ടിലീനിയർ ട്രാൻസ്ലേഷൻ ഒരു ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ആകുമ്പോൾ നമ്മൾ
അതിനെ അനലൈസ് ചെയ്യുന്നതാണ്. സോ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. സോ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്സിലൊക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ. സോ അതുപോലെ തന്നെ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബോഡീനെ സ്റ്റാറ്റിക് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. സോ അതുപോലെ തന്നെ മോഷൻ ഓൺ ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസസ്, എന്താണ് മോഷൻ ഓൺ ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസസ്, അതുപോലെ തന്നെ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്, ഇതൊക്കെ നമ്മൾ എന്തിൽ നോക്കുന്നു, മൊഡ്യൂൾ 3-ൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 3-യുടെ എന്താണ് സിലബസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളായ മൊഡ്യൂൾ 4-ൽ നമ്മൾ നോക്കുന്നത്, അവിടെ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ മൊഡ്യൂൾ 4-ൽ നമ്മൾ നോക്കുക കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. സോ എന്താണ് നമ്മൾ നോക്കുക, കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. സോ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് നമ്മൾ നോക്കും. പ്രൊജക്ടൈൽ മോഷൻ എന്താണ് നമ്മൾ പഠിക്കും. സോ സൊല്യൂഷൻ സ്റ്റാർട്ടിങ് ഫ്രം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. സോ അതാണ് ഫസ്റ്റ് ഹാഫ് മൊഡ്യൂൾ 1-ന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ കർവിലീനിയർ ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് കർവിലീനിയർ ട്രാൻസ്ലേഷൻസ്, അതുപോലെ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് നമ്മൾ പഠിക്കും. പാർട്ട് 2-ൽ നമ്മൾ പഠിക്കുക എന്താണ്, റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റൊട്ടേഷൻ അണ്ടർ എ കോൺസ്റ്റന്റ് മൊമെന്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊഡ്യൂൾ 4-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. ഓക്കെ, യെസ്. സോ അടുത്ത് നമുക്കറിയണം, സോ നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സിലബസ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതാണ് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം എപ്പോഴും. ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്തിനാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുക, ഡേ ടു ഡേ ലൈഫിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫോഴ്സ് എന്താണ്, ഫോഴ്സ് സിസ്റ്റംസ് ആൻഡ് ഇക്വിലിബ്രിയം, അവിടെയാണ് നമ്മൾ നോക്കുന്നത്. യൂസ് ഇൻ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് and machines to ensure stability by balancing forces and moments in system such as trusses, frames and mechanical assemblies ലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫോഴ്സസിനെയൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യാം, ഫോഴ്സസിനെയും മൊമെന്റ്സിനെയൊക്കെ എങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലെങ്കിൽ ഫോഴ്സ് സിസ്റ്റം ആൻഡ് ഇക്വിലിബ്രിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻഷുവർ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഇസ് ഫോർ എന്താണ്, ensuring stability by balancing എന്താണ്, forces and moments in systems such as trusses, frames and mechanical assemblies എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു മെഷീനിൽ നമുക്ക് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ഫോഴ്സിനെയും അതുപോലെ തന്നെ മൊമെന്റ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യുന്നു, ആ മെഷീന് നമുക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ്, ഫ്രീ ബോഡി ഡയഗ്രംസ് ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്ലൈഡ് ഇൻ എന്താണ് ബോത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടു ഡിറ്റർമൈൻ എന്താണ് റിയാക്ഷൻസ് ഇൻ ബീംസ്, ബ്രിഡ്ജസ് ആൻഡ് മെഷീൻ കമ്പോണൻസ് ഫോർ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ഡിസൈൻ. ഒരു മെഷീനെ നമുക്ക് സേഫ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ സപ്പോർട്ട്സിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ സപ്പോർട്ട്സിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആൻഡ് വേരിയസ് ഫോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കണം. സോ അതിനാണ് നമുക്ക് എന്ത് ഫ്രീ ബോഡി ഡയഗ്രം, നമ്മളൊരു ബോഡിനെ ഐസൊലേറ്റ് ചെയ്യുന്നു, ആ ബോഡിയിൽ എന്തൊക്കെ ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുവഴി നമുക്ക് എന്താണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അടുത്ത എന്താണ് ഫ്രിക്ഷൻ അനാലിസിസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ ഇല്ലാതെ ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. ഒരു കൺട്രോളിങ് കേപ്പബിലിറ്റി വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, വി നീഡ് ഫ്രിക്ഷൻ. ഓക്കെ, യൂസ്ഡ് ഇൻ ഡിസൈൻ ഓഫ് ബ്രേക്സ്, ക്ലച്ചസ് ആൻഡ് കൺവെയർ സിസ്റ്റം ടു കൺട്രോൾ മോഷൻ ആൻഡ് എൻഷുവർ പ്രോപ്പർ ട്രാൻസ്മിഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. സോ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു കൺട്രോൾ വേണമെങ്കിൽ അതിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ബ്രേക്കിൽ അല്ലെങ്കിൽ ക്ലച്ചസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, വിൽ ബി യൂസിങ് ഫ്രിക്ഷൻ. നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പറായിട്ട് നമുക്കൊരു മെഷീനെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു പവർ നമുക്ക് ഒരു എനർജി നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോമൊബൈൽസിലൊക്കെ ക്ലച്ചസ് ഒക്കെ ഉണ്ട്. സോ ഈ ക്ലച്ചസ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ക്ലച്ച് പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ
ഈ ക്ലച്ച് പ്ലേറ്റ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലച്ച് പ്ലേറ്റ്സിനെ നമ്മൾ എൻഗേജ് ചെയ്യും, അല്ലാതെയും നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിയേഴ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലച്ചസ് ആണ്. സോ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ, അല്ലെങ്കിൽ പവറിനെ കൺട്രോൾ ചെയ്യുന്നത്, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലച്ചസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ബ്രേക്ക് ഈസ് ഓൾസോ യൂസ് ഫോർ എന്താണ്, കൺട്രോളിങ് ദ എന്താണ് നമ്മുടെ മോഷന്, വെഹിക്കിളിന്റെ മോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എന്താണ് ബ്രേക്സ് ഒക്കെ ഉള്ളത്. സോ ദാറ്റ് ഓൾ യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് ഫ്രിക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ടു കൺട്രോൾ മോഷൻ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു മോഷൻ കൺട്രോൾ, ഒരു ബോഡിയുടെ മോഷനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ നമുക്കാണ് വി നീഡ് ഫ്രിക്ഷൻ ഫോർ കൺട്രോളിങ് ദാറ്റ്, അല്ലേ. സോ ആൻഡ് എൻഷുർ പ്രോപ്പർ ഫോഴ്സ് ട്രാൻസ്മിഷൻ, അതാണ് നമ്മുടെ ക്ലച്ചസിലൊക്കെ ഞാൻ പറഞ്ഞത്. സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പീഡ്, നമുക്ക് ഏത് തരത്തിലാണ് നമുക്ക് സ്പീഡ് ആവശ്യമായിട്ടുള്ളത്, അത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലച്ച് ആണ് നമ്മൾ നേടിയെടുക്കുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, സോ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, സെൻട്രോയിഡ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, സോ എസെൻഷ്യൽ ഇൻ സ്ട്രക്ചറൽ ആൻഡ് മെഷീൻ ഡിസൈൻ ടു ഡിറ്റർമൈൻ എന്താണ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ആൻഡ് റൊട്ടേഷൻ ഇൻ ബീംസ്, ഫ്ലൈ വീൽസ് ആൻഡ് റൊട്ടേറ്റിംഗ് പാർട്സ്. ഇതൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, എവിടെയാണ് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ ഇവിടെ എന്താണ്, ടു ഡിറ്റർമൈൻ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ആൻഡ് റൊട്ടേഷൻ ഇൻ ബീംസ് ആണ്. അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെൻട്രോയിഡ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റെക്ടിലീനിയർ മോഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്ലൈഡ് ഇൻ ദ അനാലിസിസ് ഓഫ് എന്താണ് മൂവിംഗ് ബോഡീസ് സച്ച് ആസ് വെഹിക്കിൾസ്, എലിവേറ്റേഴ്സ് ആൻഡ് മെഷീൻ ടു പ്രെഡിക്ട് മോഷൻ അണ്ടർ അപ്ലൈഡ് ഫോഴ്സസ്. സോ ഒരു ബോഡി അണ്ടർ അപ്ലൈഡ് ഫോഴ്സസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, നമുക്ക് റെക്ടിലീനിയർ മോഷനിലും അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ അനാലിസിസ് ഓഫ് മൂവിംഗ് ബോഡീസ് സച്ച് ആസ് എന്താണ് വെഹിക്കിൾസ്, എലിവേറ്റേഴ്സ് ആൻഡ് മെഷീനറി ടു പ്രെഡിക്ട് മോഷൻ അണ്ടർ അപ്ലൈഡ് ഫോഴ്സ്. സോ ഒരു അപ്ലൈഡ് ഫോഴ്സസിന് അണ്ടറിൽ ഒരു ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്, അണ്ടർ ദ എഫക്ട് ഓഫ് ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ, സോ D'Alembert's പ്രിൻസിപ്പിൾ ആൻഡ് കണക്റ്റഡ് ബോഡീസ്. സോ യൂസ്ഡ് ഇൻ ഡൈനമിക് അനാലിസിസ് ഓഫ് സിസ്റ്റംസ് ലൈക്ക് എന്താണ് pulley mechanisms, cranes and lifting machines to simplify motion problems into equilibrium conditions. So നമ്മൾ ബേസിക്കലി ഒരു ഡൈനമിക് പ്രോബ്ലത്തിനെ എന്താണ് സ്റ്റാറ്റിക് പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ് D'Alembert's പ്രിൻസിപ്പിൾ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ അടുത്തെന്താണ് പ്രൊജക്ടൈൽ മോഷൻ. സോ ഇറ്റ് അപ്ലൈഡ് ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് സച്ച് ആസ് എന്താണ് ബാലിസ്റ്റിക്സ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്പോർട്സ് എഞ്ചിനീയറിംഗ് ടു predict പാത്ത് ഓഫ് മൂവിങ് ഒബ്ജക്ട്സ്. ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ പാത്ത് അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അത് മൂവ് ചെയ്ത് പോകുന്നത്, ആ പാത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബാലിസ്റ്റിക് മിസൈൽസിന്റെ ട്രജക്ടറി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അതുപോലെ തന്നെ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, ഒരു ബോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എത്ര വെലോസിറ്റിയിൽ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് അതിന്റെ ആക്സലറേഷൻ എത്രയാണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം, പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കണം. സോ ഓക്കെ, ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് സച്ച് ആസ് ബാലിസ്റ്റിക്സ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്പോർട്സ് എഞ്ചിനീയറിംഗ് ടു പ്രെഡിക്ട് ദ പാത്ത് ഓഫ് മൂവിംഗ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ പാത്ത് എന്താണ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ലാസ്റ്റ് എന്താണ് റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡീസ്. സോ യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് എന്താണ് അനാലിസിസ് ഓഫ് റൊട്ടേറ്റിംഗ് മെഷീനറീസ് ലൈക്ക് ടർബൈൻസ്, engines and flywheels to ensure efficient and stable operation. So design and analysis of എന്താണ് റൊട്ടേറ്റിംഗ് മെഷീനറീസ് ആയിട്ടുള്ള ടർബൈൻസ് ഒക്കെ നമുക്കറിയാം, ഡാംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻസ്. സോ ഈ ടർബൈൻസ്, എൻജിൻസ്, റൊട്ടേറ്റിംഗ് നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന എൻജിൻസ്, അതുപോലെ തന്നെ ഫ്ലൈ വീൽസ്, പ്രോപ്പറായിട്ട് നമുക്ക് സ്പീഡ് ഫ്ലക്ച്വേഷൻ ഒന്നുമില്ലാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം, സ്പീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എഞ്ചിനിലൊക്കെ എന്ത് യൂസ് ചെയ്യും, ഫ്ലൈ വീൽസ് ഒക്കെ യൂസ് ചെയ്യും. സോ അങ്ങനെയുള്ളതിന് റോട്ടറി മെഷീനറിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഓക്കെ, യെസ്. സോ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ, ഈ ചെറിയൊരു സിലബസിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക
പഠിക്കാൻ പറ്റുക. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ സിലബസിലൂടെ പഠിക്കാൻ പറ്റുക. സോ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടെയാണ്. ഓക്കെ, സോ നന്നായി പഠിക്കുക. താങ്ക് യു.